കാര്യങ്ങളുടെ കിടപ്പ് സംഭ്രമജനകമാണ്, സംഭ്രമജനകം. അല്ല അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മ ഇപ്പൊ മിണ്ടിയ കുഴപ്പം, നമ്മൾ എന്തെങ്കിലും ചെയ്ത കുഴപ്പം, ചിരിച്ചാ പോലും കുഴപ്പം. അതെ അതെ. അത് ഡോക്ടർ പറഞ്ഞില്ലേ, അമ്മയുടെ സ്വഭാവത്തിൽ ഈ വക മാറ്റങ്ങളൊക്കെ വരും. നിങ്ങൾ അങ്ങോട്ട് വഴക്കിന് പോവാതിരുന്നാ മതി. ഇല്ല, ഞങ്ങള് വഴക്കിനൊന്നും പോയിട്ടില്ല. പക്ഷെ അമ്മ പറഞ്ഞത് പറഞ്ഞെന്ന് പറഞ്ഞാൽ രണ്ടുപേരാണ് കൊച്ചമ്മയുടെ മുഖ്യ ശത്രുക്കള്, രണ്ട് പെണ്ണുങ്ങള്. ഇവിടെ ആകെ രണ്ട് പെണ്ണുങ്ങൾ ഇവരല്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു കൊച്ചമ്മ. ഫോൺ പിന്നെ ഫോൺ കിട്ടി, ഞാനത് റീഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുത്തിരിക്കുക. അതിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? മെസ്സഞ്ചറിലോ വാട്സാപ്പിലോ? അതിപ്പോ വരുമ്പോ അറിയാം എങ്ങനെയാണെന്നുള്ളത്. അല്ലല്ല, കുറച്ചു മുമ്പേ കൊച്ചമ്മ എന്റെ അടുത്ത് ഫോണിന്റെ കാര്യം ചോദിച്ചതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, പ്രശോഭേട്ടനെ ആ ഫോൺ കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാം. എന്നിട്ട് കൂട്ടത്തില് അമ്മയുടെ റൂമിലെ ആ ഷെൽഫിന് ആ തോക്കൊന്നും എല്ലാം എടുത്ത് മാറ്റാം. അതെന്തിന്? അല്ല, എപ്പോഴാ എന്താ സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെടുത്ത് നമ്മളെ വെടി വെച്ചാലോ? അല്ല, ഒറ്റ ഉണ്ട മതി രണ്ടുപേരും തീരാ. അണ്ണ എന്തെങ്കിലും ചെയ്യണ അണ്ണാ, ആ ഫോർക്കും കൂടെ എടുത്ത് സച്ചിലോട്ട് ആക്കിക്കോട്ടോ. ഫോർക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ ഒറ്റ സാധനം മതി ആളും തീരെ. ഇല്ലേ, ആനെ കൊല്ലാതെ പോരെ? മതി മതി. അല്ല, ഒരു കാര്യം ചെയ്യും, പ്രശോഭേട്ട ഒറ്റയ്ക്ക് പോണ്ട, ഞാനിവിടെ വരാം. ചെന്നിട്ട് പോട്ടെ. പിന്നെ മറക്കല്ലേ. ഇല്ല, തേങ്ങ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും എടുത്ത് മാറ്റി വെച്ചോ. ചിലപ്പോ എറിഞ്ഞ് പൊട്ടിച്ചാലോ? എറിഞ്ഞ് പൊട്ടിക്കല്ല, തലയിൽ അടിച്ച് പൊട്ടിച്ചാ. തീപ്പെട്ടി ഗ്യാസ് വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ടോ. ഓഫ് ചെയ്തിട്ടിരിക്കന്നെ. പേടിയാവും. 3 ദിവസം കൊണ്ട് മാറുമെന്നാണ് പറഞ്ഞത്. 3 ദിവസം കൊണ്ട് എന്റെ കൊച്ചമ്മയുടെ അസുഖം മാറ്റരുതാണ്. അമ്മ ഇത് എന്തോ കാണിക്കണത്? തോക്ക് താഴെ വെച്ചേ. അമ്മ അമ്മ ആ തോക്കൊന്ന് താഴെ വെക്കോ പ്ലീസ്. ഞാൻ തോക്ക് താഴെ വെക്കുന്നത് തോക്ക് വാങ്ങിക്കല്ലേ നിങ്ങൾ വിധവരാവും. പറഞ്ഞില്ലേ, 2 എണ്ണത്തിനെ വരുത്താനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അമ്മ അങ്ങനെയൊന്നും ചിന്തിക്കുമല്ലോ ചെയ്യില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. കൊച്ചമ്മ തോക്ക് താഴെയിട്. തോക്ക് താഴെയിട് കൊച്ചമ്മ. അമ്മ തോക്ക് താഴെയിടമ്മ. അമ്മ ഇല്ല, അയ്യോ തോക്ക് താഴെയിടാനോ? അമ്മ തോക്ക് താഴെയിടമ്മ. അമ്മ താഴെയിടാൻ തോക്ക്. കാല് പിടിക്കാം കൊച്ചമ്മ, തോക്ക് താഴെയിട്. അമ്മയുടെ മൂത്ത മോനെ പറയണ തോക്ക് താഴെയിടാൻ. പറയണേ നീയും കൂടെ. എന്റെ ഈ വിരലിൽ ട്രിഗറി പിടിച്ചത് വലിച്ചാലുണ്ടല്ലോ. അമ്മ താഴെ വയ്യമ്മ. അയ്യോ, ചേച്ചി, അയ്യോ എന്തോന്നാണ് നിങ്ങൾ തീർത്ത് കളഞ്ഞില്ലേ കൊച്ചമ്മ? കൊച്ചമ്മ പോളാവിടുത്തെ ഞാൻ വെടി പൊട്ടിച്ചില്ല. എന്താ, ഞാൻ ആള് തീർന്നു. വെടി പൊട്ടാതെ അങ്ങനെ ആള് തീരും? ഇത്ര പെട്ടെന്ന് പോകും നമ്മൾ ആരും വിചാരിച്ചു. ചേച്ചി ചേച്ചി, എടാ മോനെ, ഞാൻ വെടി വെച്ചില്ലടാ. അമ്മ വെടി വെക്കണ ഞാൻ കണ്ട. ആ ഉണ്ട് നേരെ ചേച്ചി നെഞ്ചത്ത് പോകുന്ന ഞാൻ കണ്ടതാണ്. അതിന്റെ കണ്ണീന്ന് പോയ ഉണ്ടായിരിക്കും. ബോഡി അവിടെ കള്ളം പറയാതെ. ലക്ഷ്മി, 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 നീ കണ്ണു തുറക്ക, എഴുന്നേക്ക. ലക്ഷ്മി. ഇല്ല, ഇവള് പേടിച്ചാണ്. ഇവൻ പറഞ്ഞാണ് ശരി, ഇവള് പേടിച്ചു പോയതാ. കൊച്ചമ്മ, ഞാൻ വെള്ളം എടുത്തോണ്ട് കേട്ടാ. വെള്ളം എടുത്തോളൂ. ലക്ഷ്മി, ലക്ഷ്മി എഴുന്നേക്ക്. ചേച്ചി ഇവിടെ നോക്കട്ടെ. ഒന്നുമില്ലടാ. ലക്ഷ്മി, ലക്ഷ്മി. കൊച്ചമ്മ മൂത്ത് കളിക്കട്ടെ. മുഖത്ത് കളിക്കണ്ടേ? ഇതിന്റെ മുഖത്ത് കളിക്കുന്നേ. എടാ, ഈ മുഖത്ത് തളിച്ച് ബോധം തിരിച്ചു വരുന്നൊക്കെ പഴഞ്ച രീതി, മനസ്സിലായോ? ബോധം കെടാൻ അറിയാവുന്നവർക്ക് ബോധം വരുത്താനും അറിയാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.